എൻ്റെ ഇൻബോക്സിലുള്ള ഏറ്റവും കൂടുതൽ മെസ്സേജസിൽ ഒരെണ്ണം എന്ന് പറയുന്നത്, മാഡം കുഞ്ഞ് അറിയാതെ കട്ടിൽ നിന്ന് താഴെ പോയി തല ഇടിച്ചാൽ വീണത്, ചെറിയ മുഴയുണ്ടായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ, പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. എല്ലാവരും മനസ്സിലാക്കുക, പ്രിവെൻഷനാണ് എപ്പോഴും ബെറ്റർ. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധ ജാഗ്രത പുലർത്തണം. ഇവർ കമന്ന് തുടങ്ങുമ്പോൾ വേഗം വേഗം കമിഴും. ചിലപ്പം ഉയരത്തിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ ഹെഡ് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളുടെ തലയോടുകൾക്ക് ശക്തിക്കുറവുണ്ട്. ആഴത്തിൽ ശക്തിയിൽ ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്തരിക രക്തസ്രാവം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം കുഞ്ഞ് വീണു, ഭയങ്കര എക്സസീവ് ക്രൈ, ഇറിറ്റബിലിറ്റി ആണ്, മുഴച്ചു, എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിംഗ് ഉണ്ട്, മൂക്കിൽ നിന്നും ചെവിക്കകത്തുനിന്നും രക്തസ്രാവം വരുന്നു, അല്ലെങ്കിൽ വെള്ളം പോലെ ഒഴുകി മൂക്കിൻ്റെ അകത്തൂടെയും ചെവിക്കകത്തൂടെയും വരുന്നു, പുറമെ ബാഹ്യമായിട്ട് ബ്ലീഡിംഗ് ഉണ്ട്, കുഞ്ഞ് എക്സസീവ് ക്രൈ ആണ്, ഇറിറ്റബിൾ ആണ്, കണ്ടിന്യൂസ് വൊമിറ്റ് ചെയ്യുന്നു, ഒട്ടും പാല് കുടിക്കുന്നില്ല, അസാധാരണമായിട്ട് ക്ഷീണം കാണിക്കുന്നു, എന്തെങ്കിലും ഫിറ്റ്സ് പോലെ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം. 24 മുതൽ 48 മണിക്കൂറേക്ക് നമ്മൾ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്തതിനു ശേഷം അസാധാരണമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തലയുടെ സ്കാൻ എടുത്ത് നോക്കുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഇരിക്കുക. വാക്കറിൽ നിന്ന് വീഴുക, കട്ടിലിൽ നിന്ന് വീഴുക, ഇവ വരാതെ നോക്കുക. വാക്കർ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കട്ടിലിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ നിലത്ത് പാവിരിച്ചിട്ട് ബെഡ് ഇട്ടിട്ട് കിടത്താനായിട്ട് ശ്രമിക്കുക. താങ്ക്